Hello friends, ഇന്നത്തെ വീഡിയോയിൽ STCയുടെ 12C5A56AD എന്ന മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ടെസ്റ്ററാണ് അസംബിൾ ചെയ്യുന്നത്. മൾട്ടി ടെസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ എയർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം, 10 to 999 ppm, ടെമ്പറേച്ചർ 0 to 50 degree Celsius, ഹ്യൂമിഡിറ്റി 5 to 95 RH, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, വോൾട്ടേജ് 0 to 15 volt. ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ടെസ്റ്ററാണ്. ഇതാണ് നമ്മൾ എയർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻസർ. MQ സീരീസിൽപ്പെട്ട ഒരു ഗ്യാസ് ലീക്കേജ് സെൻസറാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എയർ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് കാണാം MQ സെൻസർ. അപ്പോൾ ഈ സെൻസറാണ് നമ്മൾ ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ. ഇതിൻ്റെ ഫസ്റ്റ് പിൻ വരുന്നത് VCC ആണ്, വോൾട്ടേജ് ആണ്. സെക്കൻഡ് ഡാറ്റ, തേർഡ് നോ കണക്ഷൻ ആണ്. ഫോർത്ത് പിന്നാണ് ഇതിൻ്റെ നെഗറ്റീവ് വോൾട്ടേജ്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന LCD ഡിസ്പ്ലേ. കൂടാതെ മറ്റു കുറച്ച് കോമൺ കമ്പോണൻസ് ലൈക്ക് റെസിസ്റ്റർ, കപ്പാസിറ്റേഴ്സ്, LED, സ്വിച്ചസ്, കണക്റ്റേഴ്സ്, ഒരു റെസിസ്റ്റർ അറേ, ഇത്രയുമാണ് സർക്യൂട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് സർക്യൂട്ട് അസംബിൾ ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. ഇങ്ങനെയുള്ള സർക്യൂട്ടൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ റെസിസ്റ്റർ ആദ്യം സോൾഡർ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം റെസിസ്റ്ററാണ് PCBയുടെ ഏറ്റവും അടുത്ത് വരുന്ന കമ്പോണൻസ്. അതുകൊണ്ട് അത് തന്നെ ആദ്യം സോൾഡർ ചെയ്യുക, ഇല്ലെങ്കിൽ പിന്നീട് ഇൻസെർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഇവിടെ ICയുടെ താഴെ 2 കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യം സോൾഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ICയുടെ സോൾഡറിങ് സ്റ്റാർട്ട് ചെയ്യാവൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എയർ ക്വാളിറ്റി സെൻസർ സോൾഡർ ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നമുക്കൊരു കേബിൾ ഉപയോഗിച്ചിട്ട് സെൻസർ അല്പം ദൂരേക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് പ്ലഗ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സെൻസർ ഇവിടെ ഹോൾഡർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ PCBയുടെ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേയുടെ കണക്ടറും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് IC ഇൻസേർട്ട് ചെയ്യണം.
പവർ സപ്ലൈ കണക്ട് ചെയ്യണം, എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എയർ ക്വാളിറ്റി സെൻസർ, അതായത് ഈ ഹോൾഡറിലേക്ക് എയർ ക്വാളിറ്റി സെൻസർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ടു ഫീമെയിൽ എൻ്റെ കേബിളാണ്. അപ്പോൾ ഒന്നുകിൽ കേബിൾ ഡയറക്റ്റ് സോൾഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ടർ ഒന്ന് മാറ്റി കൊടുക്കണം. ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ എന്നറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മൾട്ടി പാരാമീറ്റർ ടെസ്റ്ററിൻ്റെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കണക്ടറൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കേബിൾ തന്നെ കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, വെൽക്കം, പ്ലീസ് യൂസ്. ഓക്കെ, ഇതാണ് എയർ ക്വാളിറ്റി കാണിക്കുന്നത്. ഇതിപ്പോൾ അലാം അടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രഷോൾഡിന് മുകളിൽ പോയി കഴിഞ്ഞാൽ, മേ ബി ഇത് 100 ആയിരിക്കും ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. അതിന് മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലാം അടിക്കുന്നതാണ്. അതുപോലെ തന്നെ LED വർക്കാവും. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. ഈ സ്വിച്ച് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. പവർ ഇൻഡിക്കേറ്ററും അതിൻ്റെ ഡാറ്റ ഇൻഡിക്കേറ്ററും വർക്കിംഗ് ആണ്. അപ്പോൾ ഞാനിതൊരു 500ലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 500ന് മുകളിൽ പോകുമ്പോൾ ബസർ അടിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അമോണിയ, അതുപോലെ തന്നെ സൾഫർ തുടങ്ങിയ LPG തുടങ്ങിയ ഗ്യാസൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ ഒരു സെൻസറാണ്. അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജിൻ്റെ റേഞ്ചും എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ടെമ്പറേച്ചർ ആയാലും ഹ്യൂമിഡിറ്റി ആയാലും എല്ലാം അതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാൻ അലാം സെറ്റ് ചെയ്തിരിക്കുന്നത് 500 ppm ആകുമ്പോൾ ബസർ അടിക്കാൻ പാകത്തിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ലൈറ്ററിൽ നിന്നും ഗ്യാസ് ഒന്ന് ലീക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 500ന് മുകളിൽ പോയി. 753 ആയപ്പോൾ അലാം അടിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ എയർ ക്വാളിറ്റി കാണിക്കുന്നത് എബോവ് 100 ആണ്. അപ്പോൾ അത് 0 to 50 ആണ് വെരി ഗുഡ് ആയിട്ട് പറയുന്നത്. 145 ഒക്കെ ഓക്കെ ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ബാറ്ററി 9 വോൾട്ട് ബാറ്ററി ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, അതിൻ്റെ അലാം ത്രഷോൾഡ് 5 ആണ്. അപ്പോൾ അതിന് മുകളിൽ വോൾട്ടേജ് പോയപ്പോൾ അത് അലാം അടിച്ചതാണ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മളുടെ സർക്യൂട്ട് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നു. ടെമ്പറേച്ചർ 31 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 59. അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയ നല്ലൊരു സർക്യൂട്ടാണ്. അതുപോലെ തന്നെ ഇത് ഗ്യാസ് ലീക്കേജ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പ്രിക്കോഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.